ഇതെല്ലാം ഓഫറിലുള്ളതാണ്. 32 രൂപ 90 പൈസ അതാണ് ഇതിന്റെ സ്റ്റാർട്ട് റേറ്റ് വരുന്നത്. പ്രീമിയം ക്വാളിറ്റി ഇതെല്ലാം നമുക്ക് ഓഫറിലുള്ളതാണ്. ഇപ്പൊ ആനിവേഴ്സറി 57 റുപ്പീസ് മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ട്രഡീഷണൽ ആണല്ലോ, ഇപ്പൊ മോഡേൺ നേരെ തിരിഞ്ഞല്ലോ. ഇത് 1/1 വരുന്നുണ്ട്, അതിന്റെ ചെറിയ സൈസ് വരെ വരുന്നുണ്ട്. ഇതൊരു ആർക്കിടെക്ട് ലെവലിലുള്ള പ്രൊഡക്റ്റുകളാണ്. സ്റ്റോൺ ആർട്ട് സീരീസ് എന്നാണ് ഇതിനെ പറയുന്നത്. നമുക്ക് ടൈലിന്റെ മുകളിൽ ഒരു ടെക്സ്ചർ ഫിനിഷിംഗ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു സാധനങ്ങളൊക്കെ കിച്ചന്റെ വാളിലേക്ക് ഉപയോഗിക്കാം. ഇതും നമുക്ക് കിച്ചന്റെ വാളിലേക്ക് ഉപയോഗിക്കാൻ സാധിക്കും. 15 mm തിക്നെസ് വരുന്ന 15 mm കളർ ബോഡി മോൾഡ് ചെയ്യാം, അത് ഉരുട്ടാം. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ സിറ്റ് ഔട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു കാരണവശാലും ഇത് ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് സംഭവിക്കുന്നതാണ് സ്ലിപ്പ് ചെയ്ത് വീഴുക. മുറ്റത്തൊക്കെ വേണമെങ്കിൽ ഇത് ഫുള്ള് വിരിക്കാം. ഫുള്ള് വിരിക്കാം. അതായത് ഒരു കാലത്ത് ഈ സാധനം പൊട്ടൂല. 75 ടണ്ണ് താങ്ങുന്ന കമ്പനി മുകളിൽ അഡ്വർടൈസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണിത്. പോട്ട്സിന് പകരം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പ്രൊഡക്റ്റ് ആണ്. സൈസ് വരുന്നത് എങ്ങനെയായിരുന്നു? 240/80 ഹൈറ്റും 80 വിഡ്ത്തും വരുന്നുണ്ട്. 15 mm തിക്നെസ്സും വരുന്ന പ്രൊഡക്റ്റ് ആണ്. അതിന്റെ തന്നെ കളേഴ്സ് അല്ലേ കാണുന്നത്? സെയിം ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. പ്രൈസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? നമുക്കൊരു 40 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ അങ്ങോട്ട് സ്ക്വയർ ഫീറ്റ് 40 രൂപ. ടൈല് സ്ക്രാച്ച് ആവാതിരിക്കാനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് ഇവർ കാണിച്ചു തരുന്ന പറയുന്നത് നമുക്ക് കാണാം. ഇറ്റാലിയൻ മാർബിൾ ഷെയ്ഡാണ് ഈ ഒരു ടൈലിന് വരുന്നത്. 1600-800 ആണ് ഈ ടൈലിന്റെ ഒക്കെ സൈസ് വരുന്നത്. ഇത് ഈ ആനിവേഴ്സറി പ്രമാണിച്ച് വെറും 45 റുപ്പീസിനാണ്. 45 രൂപ 4.2 റേറ്റ് വരുന്നുള്ളൂ. നമസ്കാരം. നമ്മുടെ സ്വന്തം തൃശ്ശൂരിൽ സിംഗിൾ ഫ്ലോറിൽ 20,000 സ്ക്വയർ ഫീറ്റ് ബെസ്റ്റ് ടൈൽസിൻ്റെ കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പുണ്ട്. നിങ്ങൾ ഇതിന് മുമ്പ് ഈ ഒരു ഷോറൂം വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ ഷോറൂമിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടുത്തെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ഞങ്ങൾ ഇതിലൂടെ കാണിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രൈസിങ് എത്രയാണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ തരുന്നുണ്ട്. തൃശ്ശൂർ എമറാൾഡ് ബിൽഡേഴ്സിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ ആയിരിക്കും ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിലേക്ക് ടൈല് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ പ്രശ്നം? വിലയാണ് പ്രശ്നമെങ്കിൽ ഇവിടെ സ്ക്വയർ ഫീറ്റിന് 32 രൂപ 90 പൈസയ്ക്ക് 4/2 പ്രീമിയം ടൈലുകൾ അവൈലബിൾ ആവുന്നുണ്ട്. പ്രീമിയം എല്ലാ പ്രൊഡക്റ്റും പ്രീമിയം തന്നെയാണ്. മാത്രമല്ല ഒരു വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ നിങ്ങളുടെ ഗസ്റ്റ് ഒക്കെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു യുണീക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അവർക്ക് കൊടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. എത്ര സ്ക്വയർ ഫീറ്റ് ഈ ഒരു ഷോറൂം? അപ്രോക്സിമേറ്റ്ലി 20,000+ സ്ക്വയർ ഫീറ്റ് വരാവുന്ന ഷോറൂമാണ്. അതും ഒത്തിരി മോക്കപ്പ് ഡിസ്പ്ലേ. വേറെ ഫ്ലോറുകളൊന്നുമില്ല, മുകളിൽ കയറി കാല് കഴിക്കേണ്ട ആവശ്യമില്ല. ഒറ്റ ഫ്ലോറിൽ തന്നെ 20,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഷോറൂമാണ്. സോ നിങ്ങൾ നടന്ന് കാല് വേദന എടുക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഷോറൂമാണ്. തൃശ്ശൂർ ജില്ലയിലാണ്. ലൊക്കേഷൻ കറക്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കും. കറക്റ്റ് തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ പേരിന്റെ നടുവിലായിട്ട് വരും. 3 പീടിക എന്നാണ് ഈ ലൊക്കേഷന്റെ എക്സാക്ട് നെയിം. മാത്രമല്ല ഇവരുടെ ആനിവേഴ്സറി വരികയാണ് ഈ വരുന്ന ഫെബ്രുവരി മാസത്തിൽ. ഡേറ്റ് എന്താണ്? ഫെബ്രുവരി 14 ആണ് നമ്മളുടെ ആനിവേഴ്സറി. അത് പ്രമാണിച്ച് ഒരുപാട് ഓഫറുകൾ ഇവരിപ്പോൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അതുകൂടെയാണ് ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സഹദ്. ഞാൻ വൺ ഓഫ് ദ ഡയറക്ടറാണ് എമറാൾഡ് ബിൽഡേഴ്സ്. എമറാൾഡ് ബിൽഡേഴ്സിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വലിയൊരു ഷോറൂമാണ് കേട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉള്ള ഷോറൂമാണ്. നമുക്ക് 1/1 ആയിട്ട് ഓരോന്ന് കാണാം. ഷോറൂമിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കജാരിയുടെ ഗ്രേ സ്റ്റഫിൻ്റെ സ്റ്റുഡിയോ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഏതാണ്ട് എത്ര വലുപ്പം? എത്ര? അപ്രോക്സിമേറ്റ്ലി ഒരു 3,000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു സ്റ്റുഡിയോ ആണ്. ലേറ്റസ്റ്റായി ഇപ്പോൾ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 4 month ആയിട്ടുള്ളൂ ഈ സ്റ്റുഡിയോ കഴിഞ്ഞിട്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ സ്റ്റുഡിയോ ഇൻ തൃശ്ശൂർ എന്ന് പറയാം. തൃശ്ശൂരിലെ ബെസ്റ്റ് ഡിസ്പ്ലേ കജാരിയുടെ പ്രൊഡക്റ്റുകൾ, ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആവുന്ന പ്രൊഡക്റ്റുകൾ കാണണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നാൽ മതി. നമുക്ക് ഈ വീഡിയോയിൽ ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ കാണിച്ചു പോവാം. ഈ ഒരു സെക്ഷൻ 4/2
പ്രൊഡക്റ്റുകളാണ് കജാരിയലത്തെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെക്ഷൻ മുഴുവൻ ഇതെല്ലാം 6x4 സെക്ഷനാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ക്ലാസ് ലുക്ക് കജാരിയയുടെ ഡിസ്പ്ലേയിലേക്കൊക്കെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും. കജാരിയ അതായത് അപ്ഡേഷൻസ് ഒരുപാടുണ്ട്, ഇന്നോവേഷൻസ് ഒരുപാടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്ന് കജാരിയ ഇപ്പോൾ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. അതിന്റെ പേര് തന്നെ ഒരു കസ്റ്റമർ വന്നാൽ തന്നെ ഏത് മോക്കപ്സ് കണ്ടാലും അതിലൊരു വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന മോഡൽസ് ആണ്. അതെ, ഇതെല്ലാം ലേറ്റസ്റ്റ് ആയി 6x4 ഈ മോഡൽസ് എല്ലാം ഇപ്പൊ ലേറ്റസ്റ്റ് ആയി വന്നിട്ടുള്ള മോഡൽസ് ആണ്. ഓക്കെ, ബാത്റൂം മോക്കപ്സ് ആയിട്ട് നമുക്ക് വാളില് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം. ഈ ടൈലൊക്കെ മേടിക്കുമ്പോഴേ ഒരു ഫാമിലിയുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണെന്നറിയാം? അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച്, ഓഫേഴ്സ്, കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇവിടുത്തെ പ്രൈസ് റേഞ്ച് ഏതൊരു സാധാരണക്കാരനും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. 4x2 പ്രീമിയം ക്വാളിറ്റി ടൈലുകൾ സ്റ്റാർട്ടിങ് വരുന്ന മോഡൽസ് ആണ് ഞാൻ ഇവിടെ പറയാം. ഇതെല്ലാം ഓഫറിലുള്ളതാണ്. ഇപ്പോൾ ഈ ആനിവേഴ്സറി സംബന്ധമായിട്ട് ഓഫർ എന്ന് പറയുമ്പോൾ 32 രൂപ 90 പൈസ. അതാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. പ്രീമിയം ക്വാളിറ്റി. ഈ ഡിസൈൻ മാത്രമല്ല, ഇതിൽ വരുന്ന ഈ ഡിസൈൻസ് ഉണ്ട്. ഈ പേജറിൽ കാണുന്ന എല്ലാ ഡിസൈൻസും നമുക്ക് അത്യാവശ്യം കൂടുതൽ സ്ക്വയർ ഫീറ്റ്, വൈറ്റ് കളർ, ഗ്രേ ഫിനിഷ്, അതിന്റെ തന്നെ ഒരു ചെറിയൊരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ ബ്ലൂ ഷെയ്ഡും അതിന്റെ തന്നെ ലൈറ്റ് ഷെയ്ഡും. ഇതൊരു ബാത്റൂം കൺസെപ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. സോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ വീട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ പേജിൽ കാണുന്ന ഡിസൈനുകളൊക്കെ നിങ്ങൾക്ക് ആ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റും. പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം പ്രൊഡക്റ്റ് തന്നെയാണ്. 4x2 ആണ് സൈസ് വരുന്നത്. വിട്രിഫൈഡ് അല്ല, വെട്രിഫൈഡ് ബോഡി ഏതൊരു സാധാരണക്കാർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വെട്രിഫൈഡ് 4x2 ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരു 1500 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. വലിയ കോസ്റ്റ് ഒന്നും ടൈലിട്ട് കഴിഞ്ഞാൽ വരില്ല. വിട്രിഫൈഡ് ആയിട്ട് നല്ല ഡിസൈൻ ടൈലുകൾ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ അതിനകത്തേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അല്ലേ? ഇനി കുറച്ചുകൂടെ വലിയ ടൈലുകൾ അല്ലെങ്കിൽ ചെറിയ ടൈലുകളൊക്കെ ചെയ്യണമെങ്കിൽ എല്ലാ സൈസിലും നമ്മൾ സ്റ്റാർട്ടിംഗ് ഓഫർ ഇട്ടുണ്ട്. 6x4 ഉണ്ട്, 168 ഉണ്ട്, 4x2 ഉണ്ട്. ഈ 3 റേഞ്ചിലും നമ്മൾ 160-80 അപ്രോക്സിമേറ്റ്ലി 45 റുപ്പീസ്. അതായത് 4.2 റേറ്റ്. അത് 4.2 അതായത് 4.2 റേറ്റിൽ നമുക്ക് 1600-800 മേടിക്കാൻ പറ്റും. 6x4 വെറും 57 റുപ്പീസ് സ്റ്റാർട്ടിംഗ് വരുന്നത്. ഇതെല്ലാം ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് ചെയ്യുന്നതാണ്. ഇതിപ്പോ ഫെബ്രുവരി 14 ഇവരുടെ ആനിവേഴ്സറി വരുന്ന സമയത്ത് കിട്ടുന്ന ഓഫറാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്തുക. ഈ വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽസുകളെല്ലാം നമ്മൾ സംസാരിക്കുന്നുണ്ട്. നമുക്ക് അടുത്തൊരു സെഷനിലേക്ക് പോകാം. പിന്നെ കുറച്ചുകൂടെ വലിയ ടൈൽസ് ആണ് നോക്കുന്നതെങ്കിൽ 1600-800 സൈസിൽ വരുന്ന ടൈലിന്റെ ഡിസൈൻ ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ നോക്ക്. ഒരു ഒണിക്സ് ഷെയ്ഡിൽ വരുന്ന ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു ടൈലാണിത്. അത്യാവശ്യം വിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ പോലെ നമ്മുടെ ഇന്റീരിയർ തോന്നിക്കാൻ ബെസ്റ്റ് കളർ കോമ്പിനേഷൻ ആണിത്. ഇത് ഒരു ഇറ്റാലിയൻ മാർബിളിന്റെ ഷെയ്ഡാണ്, ഒരു ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത്. ഇതും സെയിം രീതിയിൽ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന ഒരു ഇറ്റാലിയൻ മാർബിൾ ഷെയ്ഡാണ് ഈ ഒരു ടൈലിന് വരുന്നത്. 1600-800 ആണ് ഈ ടൈലിന്റെ ഒക്കെ സൈസ് വരുന്നത്. നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒണിക്സ് ഷെയ്ഡ് വീണ്ടും വരുന്നു. തൊട്ടടുത്തേക്ക് വരികയാണെങ്കിൽ ഇറ്റാലിയൻ മാർബിൾ ഷെയ്ഡ് വരുന്നു. ഈ ഒരു ടൈലിനൊക്കെ എന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇത് ഈ ആനിവേഴ്സറി പ്രമാണിച്ച് വെറും 45 റുപ്പീസിനാണ്. 45 രൂപ 4.2 റേറ്റ് വരുന്നുള്ളൂ. 4.2 റേറ്റ് 168. വലിയ സൈസ് ടൈല് വിരിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ ഡെഫിനറ്റ് ആയിട്ട് ഈ ഒരു ഷോറൂമിലേക്ക് വരാം അല്ലെ? ഷോറൂമിന്റെ ലൊക്കേഷൻ ഒന്ന് പറയാമോ? ലൊക്കേഷൻ എക്സാക്ട് ഇതൊരു തീരദേശ മേഖലയാണ്. കൊടുങ്ങല്ലൂർ തൃപ്പയാറിന്റെ നടുവിൽ. അതായത് തൃശ്ശൂരിൽ നിന്ന് വരികയാണെങ്കിൽ ഇരിഞ്ഞാലക്കുട ടച്ച് ചെയ്തിട്ട് വരാം, അല്ല എന്നുണ്ടെങ്കിൽ തൃപ്പയാർ ടച്ച് ചെയ്തിട്ടും വരാം. അപ്പൊ തൃശ്ശൂർ ജില്ലക്കാർക്ക് മാത്രമല്ല ഏതൊരു ജില്ലയിൽ താമസിക്കുന്ന 250 കിലോമീറ്റർ മുകളിൽ ഇവിടെ പർച്ചേസിന് വരാറുണ്ട്. ഒട്ടുമിക്ക ഏരിയയിലും ഡെലിവറിയും പോകുന്നുണ്ട്. യാതൊരു വിധ കുഴപ്പമില്ല. അപ്പോൾ മറ്റു ജില്ലയിലുള്ള ആളുകൾ ഈ ഒരു ഷോറൂമിനെ കുറിച്ച് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ അടിയിൽ നൽകുന്നുണ്ട്, ലൊക്കേഷനും നൽകുന്നുണ്ട്. നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്ന ഒരു ഷോറൂമാണ്. വലിയ ഷോറൂം കൂടിയാണ്. ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ഈ കാണുന്ന ഡിസ്പ്ലേസ് മുഴുവൻ നിങ്ങൾക്ക് ഇപ്പോൾ ആനിവേഴ്സറി സെയിൽ പ്രമാണിച്ചിട്ട് ഓഫറിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഒത്തിരി ആളുകൾ വലിയ സൈസ് ടൈലുകളിലേക്ക് ഇപ്പോൾ വന്നു. അപ്പോൾ അതിന്റെ കാരണം എന്താ വെച്ചാൽ ഈ ഒരു ടൈല് നോക്കി എത്രയും വലിയ ടൈലാണ്, പക്ഷെ ഇതിനകത്ത് ഒരു ജോയിന്റോ എപ്പോക്സിയോ ഒന്നുമില്ല. ഒരു സിംഗിൾ ടൈല് വലിയ സൈസ്, അത് നമ്മുടെ ഫ്ലോറിൽ വിരിച്ചു കഴിഞ്ഞാൽ ശരിക്കൊരു മാർബിൾ വിരിച്ച പോലെ തന്നെ മാറും. വീടൊന്നും ഇപ്പൊ പണ്ടത്തെ പോലെയാണ്. ഇന്റീരിയർ വർക്കുകൾക്ക് ആളുകൾ നല്ല രീതിയിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വലിയ ടൈലുകൾ ഇപ്പൊ മാർക്കറ്റിലേക്ക് വരുന്നത് അല്ലെ? നിങ്ങളുടെ കയ്യിൽ ഇപ്പം എത്ര കളക്ഷൻസ് ഉണ്ടാവും ഈ 6x4 ടൈൽ? 6x4 ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതിലിപ്പോ നേരത്തെ പറഞ്ഞ ഓഫർ
ഇട്ടിട്ടുള്ള മോഡലാണ് ഇവിടെ മോക്കപ്പ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഓഫറിലുള്ള ഇതെല്ലാം നമുക്ക് ഓഫറിലുള്ളതാണ്. ഇപ്പൊ ആനിവേഴ്സറി 57 റുപ്പീസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 57 രൂപ 57 റേഞ്ചാണ് ഈ കാണുന്ന 6 ഡിസൈൻസ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ഈ ഒരു ഷോറൂമിൽ ഈ നൽകിയിരിക്കുന്ന ഡിസ്പ്ലേസ് നിങ്ങൾക്ക് 57 റുപ്പീസിന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഓർക്കുക, ഇത് ഒരു ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ഓഫറാണ്. സോ ഫെബ്രുവരി 14 ആണ് ഒരു ആനിവേഴ്സറി സെയിൽ വെച്ചിരിക്കുന്നത്. ഫെബ്രുവരി മാസത്തിൽ ടൈൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പൊ തന്നെ ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടൈലുകളൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. 6x4 ടൈലുകളാണ്, ബ്രാൻഡഡ് പ്രീമിയം ടൈലുകളാണ് ഇവിടെ ഇപ്പോൾ ഡിസ്പ്ലേക്ക് ഇട്ടിരിക്കുന്നത്. ഈ ഡിസൈനുകൾ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇറ്റാലിയൻ ഷെയ്ഡ് ഡിസൈൻ ആണ്. ഒരു ബ്ലാക്ക് ഷെയ്ഡ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിലും ഈ കിച്ചണിലേക്കൊക്കെ ബ്ലാക്ക് ഷെയ്ഡുകൾ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡിലുള്ള ടൈലാണ്. ഇത് ഗ്ലോസി ടൈലാണ്. ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു ബ്രേഷ്യയുടെ ഫീലൊക്കെ വരുന്ന ഒരു നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഡിസൈനാണിത്. ഒത്തിരി ഡിസൈൻസ് ഈ ഒരു പാറ്റേണിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. എംറാൾഡ് ബിൽഡേഴ്സ് എന്നാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പേര്. തൃശ്ശൂർ 3 പീടികയിലാണ്. ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ് കജാരിയുടെ ഡിസ്പ്ലേ ആട്ടോ. കുറേ നല്ല മോഡലുകൾ ഉണ്ട്, ഞാൻ പരിചയപ്പെടുത്തി തരാം. നമുക്ക് പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാവണമല്ലോ. ഒരു ലൈറ്റ് ഷെയ്ഡ്, ഒരു ബീജ് ഷെയ്ഡിൽ വരുന്ന ഒരു ക്രീം ഷെയ്ഡ് അല്ലേ, എപ്പോഴും ആ ഒരു ഫ്രഷ്നെസ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന, ഒരു ലക്ഷറി ഫീൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണ്. ഒരു 50-60% ബിസിനസ് നടക്കുക ഈ ഒരു ഷെയ്ഡാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഷെയ്ഡ്. അതൊരു ക്ലാസി അല്ലെങ്കിൽ ഒരു ക്ലാസി ലുക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ഷെയ്ഡ് ഇതിന്റെ തന്നെ നല്ല ഭംഗിയുള്ള വേറൊരു ഷെയ്ഡാണ് ഇത്. ഇതും കജാരിയയിൽ തന്നെ വരുന്ന കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കജാരിയുടെ സ്റ്റുഡിയോയിലാണ്. കജാരിയയിൽ വരുന്ന ലേറ്റസ്റ്റ് മോഡൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എത്ര മാസമായി നിങ്ങളുടെ ഈ ഡിസ്പ്ലേ ഇട്ടിട്ട്? ഇതിപ്പോ ഒരു 6 മന്ത് ആയിട്ടുള്ളൂ. 6 മന്ത് ആയിട്ടുള്ളൂ. സോ ഫ്രഷ് സ്റ്റോക്ക് ആയിരിക്കും നിങ്ങൾ ഈ കാണുന്ന മോഡലുകളൊക്കെ. ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ്. ഇതിന്റെ എല്ലാ സൈസസും നമ്മളതിൽ അവൈലബിൾ ഉണ്ട്. ചെറിയ സൈസ് ഒക്കെ ഉണ്ട്. ഈ മോഡലിന്റെ 168, അതേപോലെ 4x2 എല്ലാം. അങ്ങനെയാണെങ്കിൽ എളുപ്പമായില്ലേ? അതായത് ഇപ്പം ഹാളിലൊക്കെ വലിയ സൈസ് ഇട്ടിട്ട് ബെഡ്റൂമിൽ ചെറിയ സൈസ് ഇടാൻ ആഗ്രഹിക്കുന്ന പിന്നെ അത്ര ജോയിന്റ്സ് അങ്ങനെ നമുക്ക് മാനേജ് ചെയ്ത് വേസ്റ്റേജ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ അപ്പൊ അതിന്റെ കാരണം എന്താ അറിയോ? വലിയ സൈസ് പൊതുവെ സ്ക്വയർ ഫീറ്റിന് റേറ്റ് കൂടുതലായിരിക്കും. എന്നാൽ ചെറിയ സൈസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് റേറ്റ് കുറച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ച് ടൈറ്റ് ആണെങ്കിൽ ഇതേപോലത്തെ വലിയ സൈസ് ടൈല് ഗസ്റ്റുകൾ വരുന്ന ഭാഗത്തേക്ക് കൊടുക്കാം. ബെഡ്റൂമിലേക്കൊക്കെ ഇതിന്റെ തന്നെ ചെറിയ സൈസ് ടൈലും ചെയ്യാൻ സാധിക്കും. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ മാറ്റ് ഫിനിഷ് ടൈൽ, ഒരു സിൽവർ ഷെയ്ഡ് വരുന്നൊരു ടൈലാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഹോം ടൂർ വീഡിയോ ചെയ്ത സമയത്ത് ആ വീട്ടിൽ കണ്ടിരുന്ന ഈ ഒരു ഷെയ്ഡ് വിരിച്ചു കഴിയുമ്പോൾ നല്ല ഭംഗി. അതായത് ഒരു മോഡേൺ അല്ലെങ്കിൽ ഒരു മോഡേൺ ടച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രേ ഈ ഒരു ഫിനിഷ് വരണം. അതും മാറ്റ് ഫിനിഷ്. ഞങ്ങൾ അത്യാവശ്യം ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിന് കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ് ഈ മോഡൽ. ക്രീമാ 6x4 അല്ലേ? 6x4 ഉണ്ട്, 168 ഉണ്ട്, 4x2 എല്ലാ സൈസിലും ഞാൻ ഉണ്ടെന്ന് പറഞ്ഞില്ല. ഇത് അത്യാവശ്യം നല്ല എൻക്വയറി ഉള്ള മോഡലാണ്. അതാണ് ഇപ്പൊ ഇവിടെ കസ്റ്റമർക്ക് മോക്കപ്പ് ചെയ്തിട്ടുള്ളത്. വിരിച്ച് കാണുമ്പോൾ വേറെ ഫീൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു കളറിന് അതിൻ്റെതായിട്ടുള്ളൊരു ലുക്ക് ഉണ്ട്, അതിൻ്റെ ഒരു ഫീലും ഉണ്ട്. അതിന് പറ്റിയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഒരുവിധം കസ്റ്റമേഴ്സ് കൊണ്ടുപോയിട്ടുണ്ട്. കസ്റ്റമർ മറ്റുള്ള കസ്റ്റമറുടെ സൈറ്റ് കണ്ട് വിസിറ്റ് ചെയ്തിട്ട് ഇത് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് എൻക്വയറി ഒരുപാട് എഞ്ചിനീയേഴ്സിന്റെ ഒരു കീയും കൂടെയാണ്. ഓക്കെ, ഈ മോക്കപ്സുകൾ ഉണ്ടെങ്കിൽ നല്ല ഉപകാരം കേട്ടോ. കാരണം എന്താ വെച്ചാൽ വിരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഫീൽ അങ്ങനെ കോമ്പിനേഷൻസ് വരുമ്പോഴേ, ഇപ്പൊ 2 കോമ്പിനേഷൻ, ഇപ്പൊ 2 കളറായി, ഇവിടെ ഒരു ലൈറ്റ് ഷെയ്ഡ്, ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ, അത് വരുമ്പോൾ ഉള്ള ഫീൽ എന്താന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. അത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മളുടെ പഴയ സ്ഥാപനത്തിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്തപ്പോൾ മെയിൻ ആയിട്ട് കൊണ്ടുവന്ന ഒരു ഫീച്ചറാണ് മോക്കപ്പ് ഫീച്ചർ. അതായത് ലൈവ് ഡിസ്പ്ലേനെക്കാട്ടിലും കൂടുതൽ ഈ ഒരു ഷോറൂമിൽ മോക്കപ്പ് ഡിസ്പ്ലേ ആണ് കൂടുതലും. അതിന്റെ ഒരു കാരണം വരുന്ന കസ്റ്റമറിന് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഒട്ടുമിക്ക കസ്റ്റമർ ടൈല് കണ്ട് കൊണ്ടുപോയി വിരിച്ചു വരുമ്പോൾ ആ പാറ്റേൺ ആവണമെന്നില്ല. പക്ഷെ മോക്കപ്പ് ഞങ്ങളിവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത് ഇത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ വരും, എന്താണ് റിസൾട്ട്, അവർക്ക് എക്സാക്ട് അറിയാൻ പറ്റും. ഇപ്പൊ സാധാരണ വരുന്ന കസ്റ്റമറെ സംബന്ധിച്ച് അവർ ആദ്യമായിട്ട് എടുക്കാൻ വരുന്നതാണ്. ഞങ്ങൾ ഒരുപാട് ക്ലയൻസിനെ ഡീൽ ചെയ്തിട്ടുള്ളതാണ്. നമുക്കറിയാൻ പറ്റും ഈ സ്ഥാപനത്തിലുള്ള പ്രൊഡക്റ്റുകൾ എങ്ങനെ വെച്ചാൽ ഏതുണ്ടാവും ഇവിടുത്തെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വരുന്നവരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ GVT ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഒത്തിരി പേർക്ക് ഇപ്പോഴും അറിയില്ല എന്താണ് GVT എന്ന്. ഒന്ന് GVT എക്സ്പ്ലെയിൻ ചെയ്യാമോ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് സൊമാനിയുടെ മോക്കപ്പിലാണ്. സൊമാനി GVTയുടെ മോക്കപ്പിലാണ്. ഇത് ഈ കാണുന്നതെല്ലാം GVT ടൈൽസ് ആണ്. ഗ്ലേസ്ഡ് വെട്രിഫൈഡ് ടൈൽസ്, ഇതാണ് GVT. അതായത് ഗ്ലേസ്ഡ്, ഇതിന്റെ മുകളിൽ വരുന്ന കോട്ടിങ്ങിനാണ്
നമ്മൾ GVT എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ വരുന്നത്. ഓ ശരി. ഇത് ഗ്ലേസ്ഡ് വെട്രിഫൈഡ് ബോഡി ടൈലിൽ GVT കോട്ടിങ് വരുന്നു, അതായത് ഗ്ലേസ്ഡ് കോട്ടിങ് വരുന്നു, അതാണ് ഇത് വരുന്നത്. ഇതിൽ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. ഇതൊരു കളർ മാത്രമാണ്, ഇതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. ഇതും ആ GVT വരുന്ന മോഡൽസ് ആണ് ഈ കാണുന്നത്. സൊമാനിയുടെ തന്നെ അതിൽ വരുന്ന ലൈറ്റ് ഡിസൈനോട് മാച്ചിങ് ആയിട്ടുള്ളതാണ്. ഇത് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള ഒരു മൊറോക്കൻ ഡിസൈനർ ടൈലിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ്. സൊമാനിയുടെ പ്രിന്റുകൾ വരുന്ന മൊറോക്കൻസ് ഒരുപാട് ഇപ്പോൾ ട്രെൻഡ് പ്ലെയിനിൽ നിന്നും മാറി ഒരു ഡിസൈൻ സെഗ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രിന്റ് സെഗ്മെന്റിലോട്ട് കസ്റ്റമർ ചൂസ് ചെയ്ത് തുടങ്ങി. അതെ അതെ, ഇതെല്ലാം പല ടൈപ്പ് മോഡൽസിലാണ് ഈ സൊമാനിയിൽ വരുന്ന. ഇപ്പൊ നേരത്തെ അതെ, ഇത് 1x1 വരുന്നുണ്ട്, അതിന്റെ ചെറിയ സൈസ് വരെ വരുന്നുണ്ട്. ഇതൊരു ആർക്കിടെക്ട് ലെവലിലുള്ള പ്രൊഡക്റ്റുകളാണ്. ഇത് ചൂസ് ചെയ്യുമ്പോൾ അവർക്കറിയാം ഒരു ട്രഡീഷണൽ ടൈപ്പിൽ ഇപ്പൊ ഇതെല്ലാം കണ്ട നമ്മളെ പഴയ ആ ഒരു ഫ്ലോറിംഗ്, അതെ അതെ അതെ, ആ മോഡലിൽ വരുന്ന ഒരുപാട്. ഇത് മൊറോക്കൻ വരുന്നുണ്ട്, റോമൻ ടൈപ്പിൽ വരുന്നുണ്ട്. ഇപ്പൊ ട്രഡീഷണൽ ആണല്ലോ ഇപ്പൊ മോഡേൺ, നേരെ തിരിഞ്ഞല്ലോ. അതായത് പഴയ കാലത്ത് ആ ഒരു കൺസെപ്റ്റും ആ ഒരു ആർക്കിടെക്റ്റും ഇപ്പോഴത്തെ മോഡേൺ കൾച്ചറിലോട്ട് വന്നു തുടങ്ങി. കാരണം ആ കാലഘട്ടത്തിലുള്ള ഒരു ആത്തൻകുടി അല്ലെങ്കിൽ ചെട്ടിനാട് അങ്ങനത്തെ ഒക്കെ ഒരുപാട് ടൈൽ അതിനോടൊക്കെ മാച്ചിങ് ആവുന്ന രീതിയിലുള്ള ഒരു ട്രഡീഷണൽ പാറ്റേൺ, നൊസ്റ്റാൾജിക് മെമ്മറിയോട് കൂടിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു ആർക്കിടെക്ട് ലെവലിൽ. ആർക്കിടെക്റ്റുകൾക്ക് എന്ത് ഡിസൈൻ ആണോ വേണ്ടത് ടൈലിൽ അവൈലബിൾ ആണ്. ഫേസ് ഇപ്പോഴും ടൈലാണ്. എന്ത് ചെയ്താലും പുറമെ കാണുന്ന ഒരു പ്രൊഡക്റ്റുമ്പോഴാണല്ലോ അതിന്റെ റിസൾട്ട് കിടക്കുന്നത്. അതിലെല്ലാ മോഡൽസും നമ്മള് എമറാൾഡ് ടൈല് വിരിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താ ഞാൻ പറയട്ടെ, ഈ ടൈലിന്റെ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പരിപാടി ആയിരിക്കും സീലിംഗിന്റെ പണി ഉണ്ടാവും, ഇന്റീരിയറിന്റെ പണി ഉണ്ടാവും, വീട്ടിൽ ഒത്തിരി ആളുകൾ വരും, സ്റ്റെയർ കേസിന്റെ പണി ഉണ്ടാവും, ടൈല് സ്ക്രാച്ച് ആയി പോകും. അത് ഇതിനെന്താ പരിഹാരം? ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രശ്നം നമ്മളേത് ഇത്രയും വിഷമം തോന്നും. കാരണം ഇത്രയും വില കൊടുത്തൊരു 6-4 അല്ലെങ്കിൽ ഇത്രയും നല്ല അവരാശിച്ച് മേടിച്ചിട്ട് പോയി, അവരത് വിരിച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള പണിയൊക്കെ കഴിയുമ്പോൾ അതുമ്പോൾ ക്രാക്ക് അല്ലെങ്കിൽ അതുമ്പോൾ ഈ വലിയ വലിയ ലാഡേഴ്സ് അതേപോലെ ഇതൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് ഉരച്ചിട്ട് അതിനിപ്പോൾ എമറാൾഡിൽ ഒരു സൊല്യൂഷൻ, ടൈല് സ്ക്രാച്ച് ആവാതിരിക്കാനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് ഇവർ കാണിച്ചു തരുന്ന പറയുന്നത് നമുക്ക് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ സുപ്രീമിന്റെ ഡ്യൂറ പ്രൊട്ടക്ടർ XF എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. ടൈൽ പ്രൊട്ടക്ടർ ആണ്. ഈ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഇവിടുന്ന് ടൈല് കൊണ്ടുപോയി 100, 120, 300, 400 രൂപ സ്ക്വയർ ഫീറ്റിന് വിലയുള്ള ടൈല് വരെ കൊണ്ടുപോയി നശിപ്പിച്ച് വെച്ചേക്കണ കാണാം. ഇതിപ്പോ വിരിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നീട് വരുന്ന ഇതിന്റെ മേലയിൽ വരുന്ന പണിയായാലും ഇതിന്റെ മേലയിൽ എന്ത് നടന്നാലും ഇപ്പൊ മണ്ണിട്ട് വലിയ ലാഡർ കൊണ്ടുവന്നിട്ടാലും ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. റോളായിട്ടാണ് ഈ സാധനം വരുന്നത്. ഏകദേശം ഇങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കുക. നമ്മൾ ടൈല് വിരിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഈ ഒരു സാധനം വിരിക്കുകയാണ് ചെയ്യുക. ഒരു സ്പോഞ്ച് പോലുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത്. ടൈൽ പ്രൊട്ടക്ടർ എന്നാണ് അതിന്റെ പേര്. നമ്മുടെ റൂമിന്റെ എൻഡ് ഭാഗത്ത് ഇതേപോലെ നിങ്ങൾക്ക് ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് അത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ക്ലിയർ ആയിട്ട് നിന്നോളും. ഇനിയിപ്പോ നിങ്ങളുടെ വീടിന്റെ പണി കഴിഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മടക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുക്കാം, റിലേറ്റീവ്സിന് കൊടുക്കാം. ഇനിയിപ്പോ നിങ്ങൾക്ക് യൂസ്ഡ് ആയിട്ട് സെല്ല് ചെയ്യണമെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് സെല്ല് ചെയ്യാം. അവിടെ തന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ വരിക, എന്തെങ്കിലും അടിയിൽ കാർപ്പറ്റ് ഇടേണ്ട കാര്യങ്ങൾ വരിക ചെയ്യാം. ഇത് മൾട്ടിപർപ്പസ് യൂസ് ആണ്. പറ്റുമെങ്കിൽ ടൈല് പർച്ചേസ് ചെയ്യുമ്പോൾ ഇത് മേടിച്ചോളാം. ഇനിയിപ്പോ കുറഞ്ഞ അളവ് മേടിക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ഒരു റൂം അല്ലെങ്കിൽ 2 റൂമെങ്കിലും ഇത് മേടിച്ച് കഴിഞ്ഞാൽ വർക്കിനനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാൻ പറ്റും. ഫുൾ ആയിട്ട് മേടിക്കും. നല്ലൊരു ഓപ്ഷൻ ആണ്. ടൈൽ പ്രൊട്ടക്ടർ ആണ്. ഇനി ഈ ഷോറൂമിൽ ഡിസ്പ്ലേ ഇട്ടിരിക്കുന്ന കജാരിയ പുറത്തിറക്കിയിരിക്കുന്ന പുതിയൊരു ഐറ്റം കൂടെ പരിചയപ്പെടുത്താം. ഈ പ്രൊഡക്റ്റ് അതെ കജാരിയുടെ റോക്കർ സീരീസിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ്. റോക്കർ 15 mm തിക്നെസ് വരുന്ന 15 mm കളർ ബോഡി മോൾഡ് ചെയ്യാം, അത് ഉരുട്ടാം. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ സിറ്റ് ഔട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ്. എൻ്റെ വീടും പോകുന്നുണ്ട്, ഇല്ലാന്നല്ല, സിറ്റ് ഔട്ടിൽ കൂടുതലും ചൂസ് ചെയ്യുന്നുണ്ട് ഗ്രാനൈറ്റിന് പകരം. അതെ, വലിയ പ്രശ്നമാണ്. ഇപ്പൊ അടുത്ത് തന്നെ 2-3 വീഡിയോ ഉണ്ട്. അതായത് ഇറ്റാലിയൻ മാർബിൾ, ഇതേപോലെ ഗ്രാനൈറ്റ്, അതേപോലെ ലപ്പോത്ര സീരീസിൽ വരുന്ന ലെതർ ഫിനിഷ് ഉണ്ട്. ഇതെല്ലാം ഇട്ട് ആ ചൂട് തട്ടി കുറച്ചാളെ കളർ ഫേഡ് ആവും. പക്ഷെ ടൈലിനെ സംബന്ധിച്ച് അറിയാലോ, ഇപ്പൊ റാഫ് ബൈക്ക് അറിയാലോ, ഇത്രയും ഡെൻസിറ്റിയിൽ ചൂടാക്കി വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതിലിപ്പോൾ കജാരിയ റോക്കർ സീരീസ് കജാരിയ ഇറക്കിയിട്ടുള്ള പ്രൊഡക്റ്റാണ്. 15 mm തിക്നെസ്, മോൾഡ് ചെയ്യാം, കളർ ബോഡിയാണ്, ഉരുട്ടാം. പിന്നെ ഇതിന്റെ ഫിനിഷ് തന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ വീഡിയോയിൽ കാണുന്നതിനല്ല, നേരിട്ട് കണ്ടാൽ അതിന്റെ ഫിനിഷ് അറിയാൻ പറ്റും. ഒരു ലെതർ ഫിനിഷ്. ലെതർ
ഫിനിഷ് പ്ലസ് കാർവിംഗ് ആണ്. 6x4 വരുന്ന സൈസ്. ഇതേപോലത്തെ ഒരുപാട് ഷെയ്ഡുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഈ 4 ഷെയ്ഡ് തന്നെ കജാരി ഇറക്കിയിട്ടുള്ളൂ. എമറാൾഡിൽ അത് അവൈലബിൾ ആണ്. എല്ലാം റെഡി സ്റ്റോക്ക് ആണ്. സൊമാനിയിൽ വന്നിരിക്കുന്ന പുതിയൊരു കളക്ഷൻ ആണ് റിഗാലിയ 2.0. നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഈ ഒരു ഷോറൂമിൽ അതിന്റെ വലിയൊരു ഡിസ്പ്ലേ കളക്ഷൻസ് ഈ പേജിലൊക്കെ ഉണ്ട്. ഒന്ന് തുറന്ന് കാണിക്കാം. ഇതെല്ലാം ഓരോ ഷെയ്ഡ് വരുന്നത്. ഇതൊക്കെ മാറ്റ് ഫിനിഷ് ആണ് അല്ലേ? മാറ്റും ഗ്ലോസി അവൈലബിൾ ആണ്. ഗ്ലോസി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു റൗണ്ട് ഷേപ്പ്. അതെ, ഇത് വിരിച്ചിട്ടുള്ള ഒരു സർഫേസും മുകളിൽ അതിന്റെ വിരിക്കുമ്പോൾ ഉള്ള ഫീലാണ് കാണിക്കുന്നത്. ഒരുപാട് ഷെയ്ഡുകൾ കേട്ടോ. ലേറ്റസ്റ്റ് മോഡലാണ്. ഇപ്പോഴും നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ ഡയറക്റ്റ് കണ്ടിട്ട് പർച്ചേസ്. ഒരിക്കലും ടൈല് ടച്ച് ആൻഡ് ഫീൽ ആണ്. ടൈല് നേരിട്ട് വന്നാൽ കാണുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് ഫോട്ടോ എടുത്ത് അയച്ചാൽ പോലും എക്സാക്ട് ക്ലിയർ ആവില്ല. കിട്ടൂല. അതിന്റെ കളർ കിട്ടില്ല. നേരിട്ട് വന്നോ നിങ്ങൾ ഈ ഷോറൂമിലുള്ള കളക്ഷൻസ് കാണാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു റെഫറൻസ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ. ടൈൽ ഒരുപാട് ഫിനിഷസ് ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ സാറ്റിൻ ഫിനിഷ് ഉണ്ട്, മാറ്റിൽ തന്നെ ഒരുപാട് ഫിനിഷ് ഉണ്ട്, ഗ്ലോസിയിലുണ്ട്, ഓരോ കളേഴ്സിന് ഓരോ പാറ്റേൺസ് ഉണ്ട്. അങ്ങനെ ടൈലുകൾ കണ്ടപ്പോഴാണ് നമുക്ക് ഈ ക്ലാഡിംഗ് സ്റ്റോണുകൾ നാച്ചുറലും ആർട്ടിഫിഷ്യൽ ഇവിടെ ഉണ്ടല്ലോ. പിന്നെന്താ എക്സ്റ്റീരിയർ ക്ലാഡിങ്സ് കേട്ടോ. ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്. പ്രൈസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? നമുക്കൊരു 40 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ അങ്ങോട്ട് പോകുന്നു. സ്ക്വയർ ഫീറ്റ് 40 രൂപ മുതൽ. ഈ ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺസിനൊക്കെ പൊതുവെ കുറച്ച് ബഡ്ജറ്റ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു ടൈലുകളൊക്കെ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടൈപ്പ് പ്രൊഡക്റ്റുകൾ. അതിപ്പോ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പക്ക സ്റ്റോൺ കട്ട് ചെയ്ത് അതിനെ മെഷ് നെറ്റിൽ ഒട്ടിച്ചു വരുന്ന ഡിസൈൻസ് ആണ് ഈ ഒരു സാധനം. ബീജ് ടോൺ. സോ നിങ്ങളുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് നിങ്ങളുടെ 3D ഉണ്ടാവുമല്ലോ വീടിന്റെ ഡിസൈൻ, അതിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. രണ്ട് സൈഡിലും പ്രൊഡക്റ്റുകൾ സെറ്റ് ടൈൽസും അവൈലബിൾ ആണ്. ടൈലും കിട്ടും അല്ലേ? ഇതൊക്കെ ടൈലല്ലേ? ഇതെല്ലാം ടൈലാണ് വരുന്നത്. ടൈലിലാണ് ടൈൽസിൽ വരുന്ന മോഡൽസ് ആണ്. ഇതൊക്കെ ഡിസൈനർ ടൈൽസിൽ വരുന്ന സ്റ്റോൺസ് എല്ലാം. ഇത് റിഗാലിയയുടെ കളക്ഷൻസ് ആട്ടോ. നേരത്തെ നമ്മൾ കണ്ടത് 2.0 ആയിരുന്നു. ഇത് 1.0 സീരീസിൽ ഫസ്റ്റ് ഇറങ്ങിയ സീരീസ് ആണ് തോന്നുന്നത്. ആദ്യം ഇതാണല്ലോ ഇറങ്ങിയത്. ഇതാണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയത്. ഇതിന്റെ ഡിസൈൻസ് ഒക്കെ നോക്കൂ. 6x4 ആണ്. പ്യുവർ വൈറ്റിലാണ് ഇവിടെ കാണുന്നത്. ഇതിലേക്ക് വരുമ്പോൾ ഒരു ഗ്രേ ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നീട് വരുമ്പോൾ ഒരു മാർബിൾ ടച്ച് വരുന്നുണ്ട്. എഗൈൻ ഒരു ഇറ്റാലിയൻ മാർബിൾ ടച്ച് വരുന്നുണ്ട്. വലിയൊരു കളക്ഷൻസ് ഈ ഒരു വാളിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 6x4 ടൈലാണ്. സൊമാനിയുടെ ഡ്യൂറാഗ്രേസ് എന്ന് പറയുന്ന സീരീസിലാണ് ഈ ഒരു സാധനം വരുന്നത്. ഇത് നോക്കി ഇങ്ങനൊരു ഐറ്റം കജാരിയയിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. 4x2 വരുന്നതാണ്. സ്റ്റോൺ ആർട്ട് സീരീസ് എന്നാണ് ഇതിന് പറയുന്നത്. നമുക്ക് ടൈലിൻ്റെ മുകളിൽ ഒരു ടെക്സ്ചർ ഫിനിഷിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വാളിലേക്ക് ഉപയോഗിക്കാം. ഇപ്പം ഈ ഒരു സാധനങ്ങളൊക്കെ കിച്ചൻ്റെ വാളിലേക്ക് ഉപയോഗിക്കാം. ഇതും നമുക്ക് കിച്ചൻ്റെ വാളിലേക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഒരു 3D നേരെ വന്നിരിക്കുകയാണ് അല്ലേ? 3Dയുടെ ഡിസൈനോ കാര്യങ്ങളൊന്നും അല്ല, 3D തന്നെ വന്നിരിക്കുകയാണ്. കളർ ഷെയ്ഡ്സ് ഉണ്ട്. ഈ ഡിസൈൻസിന്റെ ഒക്കെ നാല് പാറ്റേൺസ് ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നു, ഗ്രേ ഷെയ്ഡ് വരുന്നു, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് ഇപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഡാഡോ ടൈൽസ് എന്ന് നമ്മൾ പറയാം. ഇതെല്ലാം ചെറിയ ചെറിയ കിക്കാറ്റ് മോഡൽ. ഏറ്റവും കൂടുതൽ വാഷ് ബേസിൻ ഏരിയ, അതേപോലെ ചെറിയ ചെറിയ ബാത്റൂമിന്റെ ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ, കിച്ചന്റെ ആ ഒരു കബോർഡിന്റെ ഇടയിലുള്ള ഭാഗങ്ങൾ. വേറെ ഡിസൈൻ ഒരുപാടുണ്ട്. ഇതെല്ലാം അതുമായി ബന്ധപ്പെട്ടുള്ള ടൈലുകളാണ്. ഇങ്ങോട്ടൊന്ന് നോക്കിയാൽ 3D എംബോസ്ഡ് ഭംഗിയെന്ന് നോക്കി ആ ഒരു വൈറ്റ് ഫിനിഷിൽ കിച്ചൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാവുന്ന ഒരു മോഡലുകളാണ്. നോക്കൂ, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കിറ്റ്കാറ്റ് ടൈപ്പ് എംബോസ്ഡ് ടൈപ്പ് ടൈലുകളാണ് വരുന്നത്. ഇത് ഒരുപാട് കളേഴ്സ് ഉണ്ട്. അപ്പുറത്തെ അടുത്തൊരു മോഡൽ അതിന്റെ ചെറിയ സൈസ്, അതിന്റെ ചെറുത് വരുന്നുണ്ട് അല്ലെ? അതിലും കളർ ചേഞ്ച് വരുന്നുണ്ട്. ടൈപ്പിന്റെ പല കളർ. ക്ലീനിങ്ങിന് എളുപ്പമായിട്ട് എല്ലാവരും ഗ്ലോസി ചോദിക്കാറുണ്ട്. ഗ്ലോസി ഫിനിഷിൽ വരുന്ന പ്രൊഡക്റ്റുകളാണ് ഇതെല്ലാം. ഗ്ലോസി ആണ് വരുന്നത്. പിന്നെ കിറ്റ്കാറ്റിൽ തന്നെ വേറെ പല കളേഴ്സ്. ഇതെല്ലാം മാറ്റിലോട്ട് വരും, ഗ്ലോസിയിലോട്ട് വരും. ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ്ങിന്റെ ഭാഗമാണ്. ആർക്കിടെക്ട്സ് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നതാണ്. ചെറിയ ചെറിയ ഏരിയകളാ പോകുന്നുള്ളതെന്നുണ്ടെങ്കിൽ ആ ചെറിയ ഏരിയ മതി. നല്ല ഹൈലൈറ്റ് അടിപൊളിയാക്കി സെറ്റ് ചെയ്യാം. ഇതാണ് ഈ ടൈലിന്റെ ഉദ്ദേശം. നമ്മളിപ്പോ ഫ്ലോർ ടൈൽ പറഞ്ഞു, ബെഡ്റൂം പറഞ്ഞു, ഇന്റീരിയറിൽ ഇപ്പൊ നമ്മൾ കുറെ ഡിസൈനർ ടൈലിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇത് ഔട്ട്ഡോർ അല്ലെങ്കിൽ ഓപ്പൺ ടെറസിൽ വിരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഔട്ട്ഡോർ എക്സ്റ്റീരിയർ പോർച്ച് നമ്മുടെ ടെറസിൽ. അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ബാൽക്കണി ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കാം. കാർ പോർച്ചിൽ. ഇനി സ്വിമ്മിംഗ് പൂളിന്റെ ഒക്കെ ഭാഗത്ത് ഇങ്ങനെ ഡെക്ക് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കാം. അങ്ങനത്തെ ടൈലാണ്. 75 ടൺ കപ്പാസിറ്റി താങ്ങാൻ പറ്റുന്ന ടൈലാണ്. അതായത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കജാരിയുടെ എക്സ്ട്രോൺ എന്ന് പറയുന്നത്, ഡ്യൂറാടെക് എക്സ്ട്രോൺ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുള്ള 75 ടൺ.
അതായത് ഒരു കണ്ടെയ്നർ അല്ല, 2 കണ്ടെയ്നർ അല്ല, ഒരു കണ്ടെയ്നർ ഏകദേശം എത്ര 28 ടൺ കാപ്പബിലിറ്റി ആണ് ഒരു കണ്ടെയ്നർ വരുള്ളൂ. ഞങ്ങളിവിടെ ടൈല് വരുന്ന കണ്ടെയ്നർ ഉണ്ടാ, അത് അതിന്റെ 1 അല്ല 2 അല്ല 3 കണ്ടെയ്നർ കപ്പാസിറ്റി ഇതിന്റെ മേജർ പൊട്ടില്ല. ഈ സാധനം അവിടെ കിടക്കും. അത്രയും കപ്പാസിറ്റി വരുന്ന ടൈലാണ്. 20 mm തിക്നെസ്. അതായത് സാധാരണ ഇപ്പൊ വരുന്ന ഗ്രാനൈറ്റ് വരെ 15 mm തിക്നെസ് ഉള്ളു. ഇത് 20 mm തിക്നെസ്. ആദ്യം വരുന്ന അത്രയും തിക്നെസ്സും ഉണ്ട്. കനം നോക്ക് നിങ്ങൾ, ഇതാണ് അതിന്റെ ഒരു കനം എന്ന് പറയുന്നത്. ഭയങ്കര കനമുള്ളതാണ്. അത്യാവശ്യം നല്ല വെയിറ്റും ഈ സാധനത്തിനുണ്ട്. സൈസിൽ വരികയാണെങ്കിൽ ഇത് 4.2 ഉണ്ട്, 2x2 ഉണ്ട്, 2 3 അടി നീളം വരുന്ന 3x2. അത് താന്തൂർ സ്റ്റോൺ വിരിച്ച പോലെ നമ്മുടെ മുറ്റത്തൊക്കെ വേണമെങ്കിൽ ഇത് ഫുള്ള് വിരിക്കാം. മുറ്റത്ത് ഫുള്ള് വിരിക്കാം. അതായത് ഒരു കാലത്ത് ഈ സാധനം പൊട്ടൂല. 75 ടണ്ണ് താങ്ങുന്ന കമ്പനി മുകളിൽ അഡ്വർടൈസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണിത്. നമുക്ക് നല്ല രീതിയിൽ ഇപ്പം ഇനിയിപ്പോ താന്തൂർ സ്റ്റോൺ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിന് പോളിഷ് അടിക്കണം, മെയിൻറ്റെയിൻ ചെയ്യണം. പൂപ്പല് വരില്ല, ഇതിൽ പൂപ്പല് പിടിക്കില്ല. യെസ്, ഇതൊരു ആർട്ടിഫിഷ്യൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. വെയിൽ അടിച്ചു കഴിഞ്ഞാൽ അത്രയും ഇല്ല. അത് ഇപ്പോ ടൈലിനെ സംബന്ധിച്ച് നല്ലൊരു ഹീറ്റിംഗ് ഡെൻസിറ്റിയിൽ ഹീറ്റ് ചെയ്ത് വരണല്ലേ. അതിന് പിന്നെ വെയിലിന്റെ ഹീറ്റ് ഒന്നും ഇതിനൊരു വിഷയമല്ല. കാര്യമില്ല. സ്ലിപ്പ് റെസിസ്റ്റന്റ് 27 ഡിഗ്രി വരെ ഇതിനെ സ്ലിപ്പ് ചെയ്താലും ഇത് ആന്റി സ്ലിപ്പർ. സ്ലിപ്പ് ആവത്തില്ല. സ്വിമ്മിംഗ് പൂളിന്റെ ഡെക്കിലൊക്കെ കൊടുത്താലും നമ്മള് നടന്നു പോകുമ്പോൾ ഒരു കാരണവശാലും ഇത് സ്ലിപ്പ് ആവില്ല. ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് സംഭവിക്കുന്നതാണ് സ്ലിപ്പ് ചെയ്ത് വീഴുക. സ്ലിപ്പ് ചെയ്ത് ഇപ്പൊ സിറ്റ് ഔട്ടിൽ തന്നെ ഈവൻ നമ്മൾ 2 വീലർ കൊണ്ടുവന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ വരെ വണ്ടി കയ്യിൽ നിന്ന് പോയ ചരിത്രങ്ങളുണ്ട്. അതൊന്നും ഇല്ലാത്ത ടൈലാണ്. ഇത് കജാരി ഇറക്കിയിട്ടുള്ള 20 mm വരുന്ന പുതിയ ടൈലാട്ടോ. ആന്റി സ്ലിപ്പറി എന്നാണ് പറയുന്നത്. അത് കമ്പനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 27 ഡിഗ്രി വരെ ഈ ടൈൽ ഇങ്ങനെ ചെരിച്ച് പിടിച്ചാലും ഇതിന് ആ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ സ്ലിപ്പ് ആവാതിരിക്കാനുള്ള കപ്പാസിറ്റി ഈ ടൈലുകൾക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ റാഫി ബൈ കിച്ചണിലെ കോഡ്സ് മെറ്റീരിയൽ ഉപയോഗിക്കാം. കൗണ്ടർ ടോപ്പിന് ഇച്ചിരി എക്സ്പെൻസീവ് ആണ് കോഡ്സ്. നല്ല 2000 രൂപ എനിക്ക് തോന്നുന്നത് 1000 സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അതിന്റെ മേക്കിങ്ങും പണിയും ഇത്തിരി എക്സ്പെൻസീവാണ്. അതിന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ കജാരി ഇറക്കിയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. ഇത് നല്ല ടെക്സ്ചർ ഒക്കെ വരുന്ന രീതിയിൽ കോറൽ, അതേപോലെ കോർട്ടിസൈഡ് ബാർ, തിക്നെസ് 15 mm, സെയിം കോഡ്സിന്റെ മെറ്റീരിയൽ തന്നെ. പക്ഷെ എനിക്ക് തോന്നുന്നത് ടൈൽസിന്റെ പ്രത്യേകത അറിയാലോ, ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് ഇപ്പൊ ഇറങ്ങില്ല കജാരിയുടെ വെറ്റർനായിട്ട് വന്നിട്ടുള്ള മോഡലാണ്. ഇത്രയും കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. സോ കോഡ്സിന് പകരം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പ്രൊഡക്റ്റ് ആണ്. സൈസ് വരുന്നത് എങ്ങനെയായിരുന്നു? 240/80 വരും. 240 ഹൈറ്റും 80 വിഡ്ത്തും വരുന്നുണ്ട്. 15 mm തിക്നെസ്സും വരുന്ന പ്രൊഡക്റ്റ് ആണ്. അത് കജാരിയുടെ പ്രൊഡക്റ്റ് ആണ്. ഫുൾ കളർ ബോഡി മെറ്റീരിയൽ ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും മോൾഡ് ചെയ്യാം, ഗ്രൂവ് ചെയ്യാം, 45 അടിക്കാം, യാതൊരു വിധ വ്യത്യാസമില്ല. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്. അതിന്റെ തന്നെ കളേഴ്സ് അല്ലേ കാണുന്നത്? സെയിം ക്വാളിറ്റിയിൽ വരുന്നു, സെയിം സ്പെക്ക് സെയിം ക്വാളിറ്റിയിൽ വരുന്നു. കളർ ചേഞ്ച്, ഇതൊക്കെ നല്ല ഭംഗിയുള്ള കളർ. കറക്റ്റ് കൗണ്ടർ ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോഡ്സിന്റെ ഫീൽ വരുന്ന പ്രൊഡക്റ്റ്. അതും തന്നെയല്ല, കസ്റ്റമർ ഗ്ലോസി ചൂസ് ചെയ്യും. ഒരുപാട് പേര് ഇപ്പൊ നമ്മളുടെ ഈ ഒരു മേഖലയിൽ ഷോക്ക് കിച്ചൺ ഗ്ലോസി വേണം, ക്ലീനിങ് കുറച്ചും കൂടെ ഈസിയാണ്. പണ്ടത്തെ പോലെ ബ്ലാക്ക് മാത്രമല്ല, ഇപ്പൊ എല്ലാ കളേഴ്സും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. കിച്ചൺ കുറച്ചും കൂടെ കളർഫുൾ ആക്കാൻ പറ്റും. കളർഫുൾ ആണ്. ഓരോരുത്തരുടെ കൺസെപ്റ്റ് പലതാ, പല ടൈപ്പ് പല ആൾക്കാർ, അവർക്കെല്ലാം ഓരോ കൺസെപ്റ്റ് ഉണ്ട്. ആ കളേഴ്സിലെല്ലാം ചൂസ് ചെയ്യാൻ പറ്റും, ഏത് കളേഴ്സ് വേണമെങ്കിലും. ഞാൻ ഈ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്ച്വലി നമ്മളിങ്ങനെ സംസാരിച്ച് ഒത്തിരി സമയം പോയി. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഫോളോ അപ്പ് വീഡിയോസ് വരും, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം ഈ വീഡിയോയുടെ കമന്റിൽ എഴുതി അറിയിക്കേണ്ടതുണ്ട്. ഈ ഒരു ഷോറൂമിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകാം. ഇവരുടെ നമ്പർ അതിലുണ്ടാവും, വാട്സ്ആപ്പ് നമ്പർ അതിലുണ്ടാവും, ഇങ്ങോട്ടുള്ള ലൊക്കേഷൻ അതിലുണ്ടാവും. സോ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയിട്ടായിരിക്കും അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് നൽകുന്നുണ്ടാവുക. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ള ടൈലുകൾ നിങ്ങൾക്ക് അന്വേഷിക്കാം, അതിൻ്റെ പ്രൈസുകൾ നിങ്ങൾക്ക് അന്വേഷിക്കാം. നല്ല ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ച് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കൂലേ? പിന്നെ പൂർണ്ണമായിട്ടും ഞങ്ങളുടെ ഭാഗം അതല്ലേ. ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ വീഡിയോ ആളുകളിലേക്ക് എത്തിക്കുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ആളുകൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. തൃശ്ശൂരത്തെ ബെസ്റ്റ് ടൈൽ ഷോപ്പാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എമറാൾഡ് ബിൽഡ് വെയർ എന്ന് പറയുന്ന പേര് നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ